ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു അവിൽ പായസമാണ് കേട്ടോ. അപ്പോൾ പാലടയുടെ അതേ ടേസ്റ്റോടു കൂടി എങ്ങനെ നല്ല ഒരു അടിപൊളി അവിൽ പായസം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ അവിൽ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിപ്പം ഇതൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുക്കറിലേക്ക് ഒരു 2 ലിറ്റർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ കുക്കറിലേക്ക് 2 ലിറ്റർ മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ടോട്ടൽ 2.5 ലിറ്ററാണ് ഇപ്പം നമ്മൾ പാലും വെള്ളവും കൂടി ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഈ പഞ്ചസാര ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് പഞ്ചസാര ഇങ്ങനെ അലിയിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതിപ്പം കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉരുളിയിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രത്തിലോ ഇങ്ങനെ വെച്ച് തിളപ്പിച്ച് ഈ ഒഴിച്ച വെള്ളം അത്രയ്ക്കും വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഈ പാല് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ച പോലെ എടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അത് കാരണം ഞാൻ എപ്പോഴും പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ആ ടേസ്റ്റാണ് ഇവിടെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതേ അളവ് തന്നെ 2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും 1 കപ്പ് പഞ്ചസാരയും കൂടി ഉരുളിയിൽ ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം 30 to 40 മിനിറ്റ്സ് നമ്മളത് ഇളക്കി കൊടുത്ത് ആ വെള്ളമൊക്കെ വറ്റിച്ച് പാലൊന്ന് കുറുകി വരുന്നത് വരയ്ക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പം കുക്കറാവുമ്പോൾ നമ്മൾ ഈ കുക്കറിനടച്ച് ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 35 മിനിറ്റ്സ് നമ്മൾ വെച്ച് കൊടുക്കണം. ആ സമയത്ത് എത്ര വിസിലടിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പോൾ അത്രയും സമയം മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. അപ്പം ഞാനിതൊന്ന് തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുക്കർ ഇപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതൊരു വിസിൽ കഴിയുമ്പോൾ മാറ്റി അത് ഫ്ലെയിം കുറച്ചതിന് ശേഷം 35 മിനിറ്റ്സ് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളെപ്പോഴും ഈ പായസം ഉണ്ടാക്കാൻ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കുക്കർ എപ്പോഴും എടുക്കണേ. അല്ലെങ്കിൽ അതെപ്പോഴും പാല് പുറത്തേക്ക് ഇങ്ങനെ തിളച്ച് തൂവി പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ കുക്കർ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ പാലിപ്പോൾ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചവ്വരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ചവ്വരി ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് ഈ ചവ്വരി ഇനിയിപ്പോൾ ഒരു സ്റ്റെയിനറിൽ ഇട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ചതൊന്ന് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കിത് കടിക്കാനുള്ളൊരു ടേസ്റ്റാണ് കിട്ടേണ്ടത്. തിക്കായി കഴിഞ്ഞാൽ നമ്മളെ പായസം ഒരുപാട് തിക്കായി പോവും. അപ്പോൾ ഇതൊന്ന് ഞാനൊന്നൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനതൊന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു 150 ഗ്രാം അവിൽ. ഞാൻ എടുത്തിട്ടുള്ളത് ചുമന്ന അവിലാണ് കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി നല്ല കളറിൽ നിൽക്കും. അപ്പോൾ നമ്മൾ കുക്കറിൽ പാല് വേവിച്ചെടുക്കുകയാണെങ്കിൽ വെള്ള അവിൽ എടുത്താലും കുഴപ്പമില്ല. കളറിൽ വ്യത്യാസമൊന്നും അറിയില്ല. അതല്ല നിങ്ങൾ ഉരുളിയിലാണ് പാല് വേവിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ചുമന്ന അവിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊരു 150 ഗ്രാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു 1.5 കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് അതിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച അവിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വറുത്തെടുക്കണം ഈ അവിലിനെ. അപ്പം ഞാൻ ഈ അവിൽ ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അവിലെടുക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് ഈ പൊട്ടുന്ന ഒരു പാകം, ഇതാണ് ഇതിൻ്റെ പാകം. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിന് ശേഷം നമുക്കിനി അവിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അവിൽ വിളയിക്കുമ്പോഴായാലും അല്ലെങ്കിൽ വേറെ എന്താവശ്യത്തിന് അവിലെടുക്കുമ്പോഴും അങ്ങനെ നമ്മൾ കഴുകാറൊന്നുമില്ലല്ലോ.
അപ്പോൾ ഇതും കഴുകേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ തന്നെ ഡയറക്റ്റ് നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പാലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് 35 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം അപ്പം നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടെ എളുപ്പം. അല്ലെങ്കിൽ കുക്കറിലാവുമ്പോൾ ഇങ്ങനെ ഈ ഹൈറ്റിൽ നിന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാനിതൊന്ന് ഈ ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ആ പാല് ഉരുളിയിലേക്ക് ഒഴിച്ച് ഇപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവിലുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചവ്വരി ഉണ്ടല്ലോ അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നൊരു 10 മിനിറ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊരു ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ പായസം ഞാനിപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊരല്പം ലൂസിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഉരുളിയുടെ ചൂട് കൊണ്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല കുറുകി വരും കേട്ടോ ഈ പായസം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ചവ്വരി ഒന്നും ചേർത്താലും അതങ്ങനെ കട്ടി പിടിച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ. കറക്റ്റ് അതിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. നോക്കൂ, പാലട പായസം പോലെ തന്നെ സെയിം ഇത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ പായസം. അപ്പോൾ ഞാനിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പായസം കണ്ടോ കറക്റ്റ് തിക്നെസ്സിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് വറുത്തിടാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏലക്കായ പൊടി ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് പാലൊഴിച്ച പായസത്തിൽ എപ്പോഴും ആ പാലിൻ്റെ ടേസ്റ്റ് തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഏലക്കായൊക്കെ നല്ല അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള സ്മെല്ലാണ് അല്ലേ. അപ്പോൾ ആ സ്മെല്ലായിരിക്കും നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞാൽ മുന്തി നിൽക്കുക. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ പാലിൻ്റെ സ്മെല്ല് വരുന്നതായിട്ടാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതിൽ ഇപ്പോൾ ഏലക്കായൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നട്ട്സ് മാത്രമേ വറുത്തിടുന്നുള്ളൂ കേട്ടോ. ഞാൻ നട്ട്സ് വറുത്തിടാൻ വേണ്ടി ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പം ഇനി നമുക്കിത് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അവിൽ പായസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ശരിക്കും നമ്മളെ പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.